Hello everyone, Nishad Ahmed from Brett's English. How are you today? കഴിഞ്ഞ 10 വർഷമായി കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ സജീവമാണ് ഞാൻ. നിലവിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്. നിലവിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഓൺലൈനായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് പഠിക്കാം. ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഇവിടെയൊന്നും തന്നെ ഇംഗ്ലീഷ് റിയൽ ലൈഫിൽ പോലെ ഉപയോഗിച്ച് പഠിക്കാനുള്ള അവസരമില്ല. ഒരു ക്ലാസ് റൂം ബൗണ്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ലേണിംഗ് ആണ്, ശരിയല്ലേ? അങ്ങനെ 2013 ബ്രെഡ്സ് എന്ന് പറയുന്ന ഒരു ആശയം മനസ്സിലോട്ട് വരുന്നത്. അത് യാഥാർത്ഥ്യമായത് 2019 ആളുകൾക്ക് ഇംഗ്ലീഷ് ത്രൂ ഔട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് സെറ്റ് ചെയ്യുക. കാര്യം 2-3 മാസം സ്പോക്കൺ കോഴ്സിൽ പഠിപ്പിച്ച് ആളുകൾക്ക് പരിമിതമായ റിസൾട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. കാര്യം റിയൽ ലൈഫ് പോലെ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജ് കേട്ട് ഉപയോഗിച്ച് പഠിക്കാൻ ഈ റിയൽ ഒരു ക്ലാസ് റൂമിനകത്ത് പരിമിതികളുണ്ട്. അങ്ങനെ 2013 റെസിഡൻഷ്യൽ ക്യാമ്പുകൾ എന്നൊരു ആശയം വരുന്നത്. ആളുകൾക്ക് 7 ദിവസത്തെ ക്യാമ്പ് സെറ്റ് ചെയ്യുക. അവിടെ രാവിലെ 5:30 എണീറ്റ് രാത്രി 10 മണി വരെ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴെല്ലാം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക. ഇത്തരത്തിലൊരു ആശയം 2013 വന്നു. 2019 യാഥാർത്ഥ്യമായി. 2019 തൃശ്ശൂരിലെ പെരുമ്പിലാവിലെ ബ്രെഡ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യാഥാർത്ഥ്യമായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കൺവെൻഷൻ രീതിയിലുള്ള ലാംഗ്വേജ് ടീച്ചിങ് അല്ല ബ്രെഡ്സ് എന്ന് പറയുന്നത്. ബ്രെഡ്സിൽ നമ്മൾ നടപ്പാക്കുന്നത്, നിങ്ങൾക്കറിയാം, റെസിഡൻഷ്യൽ ക്യാമ്പ് ആകുമ്പോൾ നമുക്ക് ത്രൂ ഔട്ട് രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ കളിക്കുമ്പോഴും നമ്മൾ എന്താണോ നിത്യജീവിതത്തിൽ ചെയ്യുന്നത് അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി നിങ്ങൾ ബിൽഡപ്പിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രെഡ്സ് ഇസ് എ റൈറ്റ് ചോയ്സ്. അങ്ങനെയാണ് ബ്രെഡ്സ് എന്ന് പറയുന്ന ആശയം രൂപം കൊള്ളുന്നത്. ഒരു സൂപ്പർ ഇഫക്റ്റീവായ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് അതിന് അപ്രോപ്രിയേറ്റുള്ള ഒരു ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ് വേണം, ശരിയല്ലേ? ലോകത്ത് ലാംഗ്വേജ് ടീച്ചിങ്ങിന് ഒരുപാട് മെത്തേഡുകൾ അവൈലബിൾ ആണ്. ഗൂഗിൾ സെർച്ച് ചെയ്തെങ്കിൽ ഒരുപാട് മെത്തേഡുകൾ കാണും. അതിൽ ഏറ്റവും ഇഫക്റ്റീവായ രീതിയാണ് ടോറൽ ഫിസിക്കൽ റെസ്പോൺസ്. നമ്മൾ എന്താണോ പഠിക്കുന്നത് അതെല്ലാം ചെയ്ത് അനുഭവിച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് ടോറൽ ഫിസിക്കൽ റെസ്പോൺസ്. ഇത് നമ്മൾ കണ്ടുപിടിച്ച, നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡല്ല. ഡോക്ടർ ജെയിംസ് ചേസ്റ്റർ എന്ന് പറയുന്ന ഒരു കനേഡിയൻ ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ്. എന്താണ് ടോറൽ ഫിസിക്കൽ റെസ്പോൺസ്? നമ്മൾ ആക്ഷനും സൗണ്ടും ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ടേക്ക് എന്നുള്ള വാക്ക് പഠിക്കുന്നത് സ്കൂളിൽ മറ്റും നമ്മൾ പഠിച്ചത് എഴുതിയിട്ടാണെങ്കിൽ, ഇവിടെ പഠിക്കുന്നത് എടുക്കുക എന്നുള്ള ആക്ഷൻ കാണിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ആക്ഷനും സൗണ്ട് ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, കൂടുതൽ ഓർത്തു വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ടാറ്റ എന്നുള്ള പഠിച്ച രീതി നമ്മൾ ഇതിനൊരു സിമിലർ ആയിരുന്നു. കൈ വീശിലാണ് പഠിച്ചത്, അല്ലേ? അപ്പോൾ ടാറ്റ എന്നുള്ള സൗണ്ട് ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ആക്ഷൻ ഇറ്റ് വിൽ ബി റിമൈൻഡിങ് ഓഫ് ദിസ് ആക്ഷൻ. ഈ ഒരു ആക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ടാറ്റ ഓർമ്മ വരും. ഇങ്ങനെ സൗണ്ടും ആക്ഷൻ ലിങ്ക് ചെയ്ത് പഠിക്കുന്നതോടുകൂടി നമ്മൾ ക്ലാസ് റൂമിൽ വളരെ എൻഗേജിങ് ആയിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും, ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് ആയിരിക്കും. വൊക്കാബുലറി ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു ഹിലാരിയസ് ടാസ്ക്കാണ്. കാര്യം ഒരു വേർഡ് പഠിക്കുക എന്ന് പറയുന്നത്, എഴുതി പഠിക്കുക എന്ന് പറയുന്നത്, അത് ഓർത്തു വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ടോറൽ ഫിസിക്കൽ റെസ്പോൺസ്. നമ്മൾ എന്തെല്ലാം പഠിക്കുന്നത് അതെല്ലാം ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ടോറൽ ഫിസിക്കൽ റെസ്പോൺസിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥാപനമാണ് ബ്രെഡ്സ് എന്ന് പറയുന്നത്. ഒരു 7 റെസിഡൻഷ്യൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സോ അറ്റൻഡ് ചെയ്യുന്ന ആൾ ഒരു 10-17 ടോപ്പിക്ക് വൊക്കാബുലറി ടോറൽ ഫിസിക്കൽ റെസ്പോൺസ് ഇതിലൂടെ പഠിച്ചെടുക്കും. ഇതാണ് ഫ്ലുവൻസിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത്. കാര്യം നമുക്ക് എപ്പോഴും സംസാരിക്കാൻ ഗ്രാമർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഗ്രാമർ മതി. വൊക്കാബുലറി പ്രധാനം എന്ന് പറയുന്നത്. ഈ വൊക്കാബുലറി ബിൽഡപ്പ് ചെയ്യാൻ നിലവിൽ നമുക്ക് അത് ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ എഴുതി പഠിക്കാം, ബട്ട് ടേക്സ് ടൈം ടു ഗെറ്റ് ഇൻ ടു യുവർ ഹെഡ്. ബട്ട് ടോറൽ ഫിസിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത് എൻഗേജിങ് ആണ്. അത് നിങ്ങളെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ കാലം ഓർത്ത് വെക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. സോ ടോറൽ ഫിസിക്കൽ റെസ്പോൺസ് ഇറ്റ്സ് എ സൂപ്പർ ഇഫക്റ്റീവ് മെത്തേഡ് ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്.